ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ 2024 ഇലക്ട്രിക്കൽ IT ലെവൽ എക്സാമുകളുടെ ഡേറ്റ് PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഏപ്രിൽ മാസത്തിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഒരു ഇയർ വൈസ് കലണ്ടർ PSC പബ്ലിഷ് ചെയ്ത സമയത്ത് ഏപ്രിലായിരുന്നു നമ്മളുടെ IT ബേസ്ഡ് ഇലക്ട്രീഷ്യൻ, ട്രേഡ്സ്മാൻ പോലെയുള്ള പോസ്റ്റുകളിലൊക്കെയുള്ള ലിസ്റ്റ് ഇട്ടിരുന്നത്. അത് അങ്ങനെ തന്നെ പാലിച്ചുകൊണ്ട് ഏപ്രിലിൽ തന്നെ നമ്മളുടെ എക്സാം ഡേറ്റ് PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സാം കലണ്ടർ ഇന്ന് പബ്ലിഷ് ചെയ്തു. 25-ാം തീയതി, ഏപ്രിൽ 25-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു കോമൺ ടെസ്റ്റാണ്. ITI ബേസുള്ള എല്ലാ എക്സാമുകളും അതേ ദിവസം തന്നെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോമൺ ടെസ്റ്റാണ്. മൊത്തം 8 പോസ്റ്റുകളിലേക്ക് 9 പോസ്റ്റുകളിലേക്കാണ് 25-ാം തീയതി, ഏപ്രിൽ 25-ാം തീയതി എക്സാം നടക്കാൻ പോകുന്നത്. ഈ 9 പോസ്റ്റുകളുടെ കാറ്റഗറി നമ്പറും നെയിം ഓഫ് പോസ്റ്റുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 9 നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള കൺഫർമേഷൻ കൊടുക്കണം. ഏപ്രിൽ എക്സാമിനുള്ളത് ഒരൊറ്റ ദിവസം ഒരൊറ്റ എക്സാമാണ് ഇപ്പോൾ PSC ഇട്ടത്. അതായത് കോമൺ ടെസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിളിലുള്ള ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആനിമൽ ഹസ്ബൻഡറി, ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. ട്രിവാൻഡ്രം ഡിവിഷനിലെ മൃഗസംരക്ഷണ വകുപ്പിലെ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹാർബർ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് വൈഡ് ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും 4 ഇലക്ട്രീഷ്യൻ പോസ്റ്റും, അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്, ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ് ഉള്ള ഒരു പോസ്റ്റാണ് ട്രേഡ്സ്മാൻ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രേഡ്സ്മാൻ പോസ്റ്റും ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇട്ടത്. അതുകൂടാതെ തന്നെ ഒരു PWD ലൈൻമാൻ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റാണ്. ട്രിവാൻഡ്രം, എറണാകുളം, വയനാട്, കാസർഗോഡ് 4 ജില്ലകളിലേക്കാണ് ഈ ഒരു പോസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ലൈൻമാൻ PWD എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റാണ്. അതും ആലപ്പുഴ ആണ് റിപ്പോർട്ട് ചെയ്തിരുന്ന നോട്ടിഫൈ ചെയ്തിരുന്ന വേക്കൻസി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ, PWDയിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ വളരെ നല്ലൊരു പോസ്റ്റാണ്. ഗ്ലാമറസ് പോസ്റ്റുകളാണ് ഇതെല്ലാം തന്നെ. ഇതിൽ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് ട്രേഡ്സ്മാനും അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 2 ഒക്കെ ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും കൂടുതൽ ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്ന പോസ്റ്റുകളാണ്. PWDയിലെ ഓവർസിയർ, അതേപോലെ തന്നെ ട്രേഡ്സ്മാനൊക്കെ വളരെ നല്ലൊരു ജോബാണ് ട്രേഡ്സ്മാൻ. അപ്പോൾ കൂടുതൽ പേര് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാമും കൂടിയാണ് ട്രേഡ്സ്മാൻ. അപ്പോൾ ഇത്തരം ഈ 9 പോസ്റ്റുകളിലേക്കാണ് PSC ഇപ്പോൾ ഈ എക്സാം പറഞ്ഞിരിക്കുന്നത്. 25/4/2023 അപ്രോക്സിമേറ്റ്ലി നമുക്ക് 3 മാസക്കാലം നമുക്കുണ്ട്. 3 മാസക്കാലത്തിൽ ഫെബ്രുവരി ഇത്തവണ 29 ദിവസമേ ഉള്ളൂ. ഒരു ദിവസം ഫെബ്രുവരിയിൽ കുറയും എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ പോസ്റ്റിലേക്കും എത്ര പേര് അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇത് അപ്ലിക്കേഷൻ കൊടുത്തവരുടെ എണ്ണമാണ്, കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമല്ല. അതിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ 10,513, 10,000-ഓളം പേരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ്സ്മാൻ ആണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ് ഉള്ളത്. ഏകദേശം 19,000 പേര്, 18,577 പേര് ട്രേഡ്സ്മാൻ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾ അപ്പിയർ ചെയ്യുന്ന എക്സാമാണ് ട്രേഡ്സ്മാൻ. അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 2, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ 2 പോസ്റ്റും വളരെ ഗ്ലാമറസ് പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ നല്ല ബേസിക് ഉള്ള പോസ്റ്റാണ് രണ്ടും. ഓവർസിയർ ഗ്രേഡ് 2 ഏകദേശം 31,000-ഓളം ബേസിക് പേ ഉണ്ട്. അത്രയും ഗ്ലാമറുള്ള പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ് ഉള്ളത് ട്രേഡ്സ്മാനും അതേപോലെ ഓവർസിയർ ഗ്രേഡ് 2 ആണ്. ഇനി ബാക്കിയുള്ള പോസ്റ്റുകൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഇലക്ട്രീഷ്യൻ 11,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ഇലക്ട്രീഷ്യൻ 10,000-ഓളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതിലെല്ലാം കുറച്ച് അപ്ലിക്കേഷൻസ് കുറവാണ്. ഒരുപക്ഷെ ഇത് ട്രിവാൻഡ്രം മാത്രം ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ടാണ് 1,759 വേക്കൻസി വന്നത്. ഈ കേരള പോലീസിൻ്റെ ഇലക്ട്രീഷ്യൻ കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 7,393 അപ്ലിക്കേഷൻസ് ഉള്ളത്. കാരണം ഇതിന് ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ ഇതിനൊക്കെ കട്ട് ഓഫ് കുറച്ച് കുറയും. കേരള പോലീസിൻ്റെ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് കട്ട് ഓഫ് ഒക്കെ കുറച്ച് കുറയും. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വെറും 1,981 പേരാണ് സ്റ്റേറ്റ് വൈഡ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതും വളരെ കുറവാണ്. വേക്കൻസി ഇപ്പോൾ ട്രേഡ്സ്മാൻ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 23-25 വേക്കൻസി എങ്ങനെയാണ് ട്രേഡ്സ്മാൻ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ലൈൻമാൻ PWD ലൈൻമാൻ 8,251 അപ്ലിക്കേഷൻസ് ആണുള്ളത്. ഇത്രയും അപ്ലിക്കേഷൻസ് ആണുള്ളത്. ഇതിനകത്ത് ഏറ്റവും മാക്സിമം നമ്പർ എടുത്തു കഴിഞ്ഞാൽ 18,577 പേര്, അല്ലെങ്കിൽ 18,000 പേരാണ്
നമ്മൾ ഇപ്പോൾ ഏകദേശം 18,000-19,000 പേരാണ് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ളത്. ഇത്രയും പേരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാനുള്ളത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയും പേരിൽ കോമ്പീറ്റ് ചെയ്യുന്നതിൽ ഏകദേശം 20 റാങ്കിനുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്പോയിൻമെൻ്റ് ഓർഡർ നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. 20 റാങ്കിൽ വരണം. അതായത് 18,000 പേരോട് കോമ്പീറ്റ് ചെയ്തിട്ട് 20 റാങ്കിലേക്ക് വരണം. അതൊരു വലിയ ടാർഗറ്റ് തന്നെയാണ്. എങ്കിൽ കൂടെ നമ്മളൊന്ന് ഇനിയുള്ള ഈ ഒരു 3 മാസക്കാലം കൃത്യമായ പ്ലാനോട് കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നോർമൽ സിലബസ് തന്നെയാണ്. ഒന്ന് ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എർത്തിങ്, DC മെഷീന്, AC മോട്ടർ, സിംഗിൾ ഫേസ് മോട്ടർ, 3 ഫേസ് മോട്ടറും, ഇൻസ്ട്രുമെൻറ്റ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ഇല്യൂമിനേഷൻ, ബേസിക് ഇലക്ട്രോണിക്സ്, പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. അതായത് മൊഡ്യൂളുകൾ ഒന്നും കൂടെ നമുക്ക് ഈസി ആക്കി തന്നിട്ടുണ്ട്. ചിലപ്പോൾ പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ഒറ്റ മൊഡ്യൂൾ, അത് 2 മൊഡ്യൂളാക്കി സ്പ്ലിറ്റ് ചെയ്തു. അതേപോലെ തന്നെ പല സാധനങ്ങളും വളരെ കണ്ടന്റുകളും നമുക്ക് കുറച്ച് കുറവാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല എന്നുള്ളതാണ്. ഈ സിലബസ് ഞാൻ ഫുള്ളായിട്ട് സിലബസും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. ഈ സിലബസ് നോക്കുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ കാര്യം നമുക്ക് പറയാൻ പറ്റും, എക്സാം എന്ന് പറയുന്നത് നിമി ബേസ് ചെയ്ത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ അത് നിമിയുടെ കണ്ടൻറ്റാണ് ഈ സിലബസ് എന്ന് പറയുന്നത്. നിമിയുടെ കണ്ടൻറ്റ് അങ്ങനെ തന്നെയുള്ളതാണ് ഈ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസിൽ നമ്മൾ ഒരുപാട് ഡെപ്തിൽ പോകേണ്ട ആവശ്യം ഇല്ല എന്ന് ഈ സിലബസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എക്സാം ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലായിരിക്കും ഉണ്ടാവുക, നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും കഴിഞ്ഞ തവണ ഇലക്ട്രീഷ്യൻ കോമൺ എക്സാം ചെയ്ത സമയത്ത് 75/2023 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത സമയത്ത് അത് കുറച്ച് ടഫായിരുന്നു ക്വസ്റ്റ്യൻസ്. പക്ഷേ ആ ഒരു ലെവൽ വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല, എങ്കിൽ കൂടെ വളരെ പേടിക്കേണ്ട ഒരു കാര്യവുമല്ല എന്നുള്ളതാണ് സിലബസ് കാണുമ്പോൾ മനസ്സിലാവേണ്ടത്. അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളെ ഈ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. 3 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. ഇനി എക്സാമിൻ്റെ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ മോഡ് ഓൺലൈൻ അല്ലെങ്കിൽ OMR എന്നാണ് പറഞ്ഞത്. സ്പെസിഫിക് ആയിട്ട് ഓൺലൈൻ ആണോ സ്പെസിഫിക് ആയിട്ട് OMR ആണോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഓൺലൈൻ അല്ലെങ്കിൽ OMR ആണ്. ഇതിൻ്റെ കൺഫർമേഷൻ വരുന്നത് നമുക്ക് 10-ാം തീയതി, ഫെബ്രുവരി 10-ാം തീയതി വരെയാണ് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കൊടുത്തത്. 22-ാം തീയതി ഇന്നലെ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി 10-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുത്തത്. എത്ര പേരാണ് ഇതിനകത്ത് കൺഫർമേഷൻ കൊടുക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഓൺലൈൻ എക്സാം ആണോ അതല്ലെങ്കിൽ OMR എക്സാം ആണോ എന്നുള്ളത്. സപ്പോസ് ഇപ്പോൾ നമുക്ക് കേരള PSCയുടെ ഓൺലൈൻ എക്സാം സെൻറ്ററുകളുടെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ എക്സാം ഓൺലൈൻ എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ OMR എക്സാം ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഏത് എക്സാമും പ്രതീക്ഷിക്കാം. ഇനി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ചില ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾ അല്ലെങ്കിൽ ലൈൻമാൻ പോസ്റ്റുകൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുണ്ട്. ബട്ട് ഇത് ഇംഗ്ലീഷിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെ 90 മിനിറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്നലെ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. 10/2/2024 വരെ ഫെബ്രുവരി 10-ാം തീയതി വരെ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഏപ്രിൽ 11-ാം തീയതി മുതൽ ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഏപ്രിൽ 25-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മളുടെ ഏകദേശം ഈ 3 മാസക്കാലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ 3 മാസക്കാലം കൊണ്ട് ഈ 10 മൊഡ്യൂൾ സിലബസ് കൃത്യമായ ടാർഗറ്റുകളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിനെ വളരെ നന്നായിട്ട് അപ്പിയർ ചെയ്യുക. താങ്ക് യു.